മക്കളെ. അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും നീറ്റ് എക്സാം ഡേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ദിവസങ്ങൾ മാത്രമേ നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ നീറ്റ് എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എൻ്റെ മക്കൾ എപ്പോഴും പറയുന്നൊരു കാര്യം ബയോളജി ഞങ്ങൾക്ക് കിട്ടും അല്ലേ, ബയോളജി ഈസിയാണ്, ബയോളജിയിലുള്ള 360 മാർക്സിനുള്ളത് ഞങ്ങളുടെ സെറ്റാണ് എന്ന് എൻ്റെ കുട്ടികൾ പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പറയുന്നൊരു കാര്യം ബയോളജി സെറ്റായിരുന്നു, സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, പക്ഷേ എഴുതിയപ്പോൾ മാറിപ്പോയി. വീട്ടിൽ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കിയപ്പോഴാണ് ഞാൻ മാർക്ക് ചെയ്തത് വേറെയാണല്ലോ അല്ലെങ്കിൽ ഞാൻ വായിച്ചത് വേറെയാണല്ലോ എന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോളജി എക്സാം എപ്പോഴും പൊതുവേ ഈസി ആയിട്ട് തന്നെയാണ് വരാറ്. കാരണം 95% അല്ലെങ്കിൽ 99% നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് വരാറ്. പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ബയോളജിയിൽ മാർക്ക് കുറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറും നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. ബയോളജി സിമ്പിളാണ്. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കാതെ സിമ്പിളാകുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരും. ഇത് ഞാൻ പഠിച്ചതാണല്ലോ, അപ്പോൾ നമ്മൾ വേഗം ചാടിക്കേറി ആൻസർ ചെയ്യും. അപ്പോൾ നമ്മുടെ ബയോളജിയിൽ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ എക്സാമിനോട് അടുക്കുമ്പം നമ്മുടെ നീറ്റ് എക്സാമിന് നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്സ് ആണ് മിസ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബയോളജിയിൽ നീറ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ നീറ്റ് ക്രാഷ് ബാച്ചിൽ ലൈവ് പോയ സമയത്ത് നമ്മൾ ആൻസർ ചെയ്ത സമയത്ത് നമ്മുടെ കുട്ടികൾ തന്നെ തെറ്റിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവർക്ക് അറിയാം, നിങ്ങളും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു മെറ്റാഫേസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മുടെ +1 അടിപൊളിയായിട്ട് മെറ്റാഫേസ് എന്താണെന്ന് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ എ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ഷോൺ ഇൻ ദ ഡയഗ്രാം വിച്ച് സ്റ്റേജ് ഇസ് ഇറ്റ് ഇൻ ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്. ഇത് കാണുമ്പോൾ നിങ്ങളായാലും ഞാനായാലും ചാടിക്കേറി ആൻസർ ചെയ്യും. കാരണം മെറ്റാഫേസ് ആൻഡ് അനാഫേസ് നമ്മൾ അങ്ങനെ പഠിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിക്കേ, മെറ്റാഫേസ് ഉറപ്പിച്ചു. മെറ്റാഫേസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണിതാ, സ്പിൻഡൽ ഫൈബേഴ്സ് അറ്റാച്ച് അറ്റ് കൈനറ്റോകോർ, അടിപൊളി സെറ്റ്, നമ്മൾ എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ, സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് അനാഫേസിലാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് അല്ല ആക്ച്വലി ആൻസർ എന്താണ്? അഗെയിൻ അടുത്തൊരു മെറ്റാഫേസ് ഇവിടെ ഇരിപ്പുണ്ട്. ക്രോമസോം മൂവ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ, ക്രോമസോം മെയ്ഡ് അപ്പ് ഓഫ് 2 സിസ്റ്റർ ക്രോമാറ്റിൻ. ഇതാണ് ആൻസർ. പക്ഷേ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആൻഡ് നമ്മളുടെ മെറ്റാഫേസിലുള്ള ഓവർ കോൺഫിഡൻസ് നമ്മളെ ആൻസർ തെറ്റിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത സാധനം നോക്കിക്കേ, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പിന്നെ പറയേണ്ട, നമ്മളുടെ കോൺഫിഡൻസ് അങ്ങോട്ട് അടിച്ചു കയറി നമ്മൾ എന്താണ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് മാർക്ക് ചെയ്ത പോലെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലേക്ക് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ വിൽ നോട്ട് ബി, നമ്മൾ എന്തായിരിക്കും വിൽ ബി ഒക്കെ ആയിരുന്നു വായിച്ചതെങ്കിൽ നമ്മൾ എടുക്കുന്ന ആൻസർ നേരെ മാറും. ഓക്കെ, അതേപോലെ തന്നെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള നോട്ട് റോങ് ഒക്കെ എന്നൊക്കെ ഉള്ളത് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ദ വെന്റിലേഷൻ മൂവ്മെൻറ്റ് ഓഫ് ദ ലങ്സ് ഇൻ മാമൽസ് ആർ ഗോൺ ബൈ. നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെന്റിലേഷൻ മൂവ്മെൻറ്റിന് കാരണമാവുന്നത് ആരാണ്? നമ്മൾ വായിക്കുന്നു മസ്കുലർ വാൾ ഓഫ് ലങ്സ്, അല്ല ഡയഫ്രം. ഡയഫ്രം തന്നെ, ഡയഫ്രം ആണ് നമ്മൾ റെസ്പിറേഷനെ സഹായിക്കുന്നത്. നമ്മൾ ഓപ്ഷൻ ബി കൊണ്ടേ കുത്തും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാത്തത് കാരണം ഇവിടെ ഇൻ്റർകോസ്റ്റൽ മസിൽസും ഉണ്ടായിരുന്നു. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് വായിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എൻ്റെ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ 2 തവണ വായിച്ചിരിക്കണം. ഓക്കെ, 2 തവണ വായിച്ച് നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ വായിച്ചത് കറക്റ്റാണോ, നിങ്ങൾ മനസ്സിലാക്കിയത് കറക്റ്റാണോ, ആൻഡ് നിങ്ങൾ 4 ഓപ്ഷൻസും കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് ഈസി ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ്. ഈസി ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾക്ക് ഓവർ കോൺഫിഡൻസ് വരും. പ്രത്യേകിച്ച് നമ്മളുടെ എക്സാം ടൈമിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല ഞങ്ങൾക്ക് അങ്ങനെ വരില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുകയാണ്, നമ്മളുടെ കയ്യിലും സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളുടെ കയ്യിൽ 180 ക്വസ്റ്റ്യൻസും ഉണ്ട്, 180 മിനിറ്റ്സും ഉണ്ട്. ആ 180 മിനിറ്റ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും ഓരോ മിനിറ്റ് കിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ, സൈൻ ചെയ്യാൻ, അത് നോക്കാൻ, ഇത് നോക്കാൻ നിങ്ങൾക്ക് സമയം പോകും. അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ റഷിലാണ്, വേഗം ബയോളജി തീർത്തിട്ട് വേണം അടുത്ത ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അത് മാത്രമല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഇവിടെ സമയം ലാഭിച്ചിട്ട് അടുത്തതിന് കൂടുതൽ സമയം കൊടുക്കാം. അപ്പോഴാണ് ഈ മിസ്റ്റേക്ക് വരിക. ഓക്കെ, അപ്പോൾ ആ കാര്യം എൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങളുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിത് എങ്ങനെയാണ് ഇത് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മക്കളെ റിവിഷനിലാണ്. ഇത് മിസ് എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട്, ഇനി നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതൊന്നാമത് നിങ്ങൾക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് വരില്ല.
അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേമിലുള്ള സാധനം നമുക്ക് ലോങ് ടേം മെമ്മറി ആക്കി മാറ്റാനുള്ള സമയമാണ് നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് റിവിഷനാണ്. ഓക്കെ, റിവിഷനാണ്. ആൻഡ് പറ്റുന്ന അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. എന്തിനാണ് മിസ് ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മൾ നീറ്റ് പാറ്റേണിലുള്ള ഫുൾ ലെങ്ത് ടെസ്റ്റുകളാണ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആ ഒരു 180 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 3 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേപ്പർ അനലൈസ് ചെയ്യണം. പേപ്പർ അനലൈസ് ചെയ്യുന്ന എന്തിനാണ് മിസ്? എൻ്റെ പോയ മാർക്കിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ സങ്കടപ്പെടാനാണോ? അല്ല, നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്, ആ തെറ്റ് എന്തുകൊണ്ട് വന്നു? നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തത് കൊണ്ട്, ഓക്കെ, ആൻഡ് നിങ്ങൾ വായിച്ചതിലെ തെറ്റുകൊണ്ട്, അതെന്താണെന്ന് അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ട സമയമാണ് ഇനി വരുന്ന ദിവസങ്ങൾ. അതിന് ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് 10 നീറ്റിൻ്റെ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ട്, അങ്ങനെ വേണം എന്നുള്ള മക്കൾക്ക് ഇനിയും നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് നമ്മളുടെ മൺഡേ മുതലായിരിക്കും നമ്മുടെ ഈ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ലൈവ് ആയിരിക്കില്ല, റെക്കോർഡർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. നിർബന്ധമില്ല, നിങ്ങളതല്ലാതെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുത്താലും മതി. ബാച്ചിലുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ മിസ്റ്റേക്ക് വന്നു അത് മനസ്സിലാക്കണം. മാക്സിമം റിവൈസ് ചെയ്യുക. ബയോളജിക്ക് ആണെങ്കിൽ പറ്റുന്നത്രയും നോട്ടും NCERTയും വായിക്കുക. കെമിസ്ട്രിയും ഫിസിക്സിൻ്റെ ഒക്കെ കാര്യത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ടെൻഷൻ ഫ്രീ ആയിരിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടെൻഷൻ ഫ്രീ ആയിരിക്കുക, അതേപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിരിക്കുക. ഓക്കെ, ഹെൽത്തി ആയിട്ടിരിക്കുക, ഏറ്റവും പോസിറ്റീവ് ആയിട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ എക്സാമിൻ്റെ ഈ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസ് നമുക്ക് സ്ട്രോങ് ആക്കാം. ഓക്കെ.